Okay, Saropriya, you can start the presentation. Okay, Miss. Good morning. എൻ്റെ ടോപ്പിക് സൈക്ലോതൈമിക് ഡിസോർഡർ ആണ്. സോ സൈക്ലോതൈമിക് ഡിസോർഡർ എന്ന് പറയുമ്പം നമുക്ക് പറയാൻ പറ്റും അതെന്ന് പറയുന്നത് ബൈപോളാർ 2 ഡിസോർഡറിന്റെ ഒരു മൈൽഡ് ഫോം ആണ്. സോ സിംറ്റംസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റുന്നത് മറ്റേ ബൈപോളാർ 2 ഡിസോർഡറിന്റെ ഒരു മൈൽഡ് ഫോം ആണ്. അതിലാണെങ്കിൽ ഹൈപ്പോമാനി അതുപോലെ മൈൽഡ് ഡിപ്രഷൻ എപ്പിസോഡ്സ് നമുക്ക് കാണാൻ പറ്റും. സോ ഹൈപ്പോമാനിയ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ മാനിക് എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോർമലിനെക്കാളും ഇൻക്രീസ്ഡ് ആയിരിക്കും, പക്ഷെ എക്സസീവ് ആയിട്ട് പോകത്തില്ല. അതുപോലെ മൈൽഡ് ഡിപ്രഷൻ ആയിരിക്കും ഇവർക്കുള്ളത്. സോ ഈ ഒരു ഡിസോർഡർ എങ്ങനെയാണ് ബൈപോളാർ 2 ഡിസോർഡറിൽ നിന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ഇവിടെ മറ്റിടത്താണെങ്കിൽ അവർക്ക് മേജർ ഡിപ്രസീവ് ഹൈപ്പോമാനിക് എപ്പിസോഡ്സും ആയിരിക്കും ബൈപോളാർ 2 ഉള്ളത്. പക്ഷെ സൈക്ലോതൈമിക് ഡിസോർഡറിലാണെങ്കിൽ അവർക്ക് മൈനർ ഡിപ്രസീവ് ആയിരിക്കും, മൈൽഡ് ഡിപ്രഷനും അതുപോലെ ഹൈപ്പോമാനിക് എപ്പിസോഡ്സും ആയിരിക്കും ഉള്ളത്. സോ ക്രാപ്ലിൻ ആണെങ്കിൽ പറയും 4 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഡിപ്രസീവ് ഉണ്ട്, മാനിക്, ഇറിറ്റബിൾ ആൻഡ് സൈക്ലോതൈം, ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടെന്ന് ക്രാപ്ലിൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇറിറ്റബിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഡിപ്രസീവും മാനിക്കും സൈമൾട്ടേനിയസിലായിരിക്കും. ഇപ്പൊ ഡിപ്രസീവ് വരുവാണെങ്കിൽ പിന്നെ മാനിക്ക് വരും, അങ്ങനെ ആയിരിക്കും ഇറിറ്റബിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ സൈക്ലോതൈമിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലായിരിക്കും. അവർ രണ്ടും കാണും അവിടെ, ഡിപ്രസീവും കാണും, മാനിക് പേഴ്സണാലിറ്റീസും അവിടെ കാണും. അതാണ് ക്രാപ്ലിൻ പറഞ്ഞ സൈക്ലോതൈമിക് ഡിസോർഡർ. മൈൽഡ് ബൈപോളാർ 2 ഡിസോർഡറിന്റെ ഒരു മൈൽഡ് ഫോം ആയിരിക്കും. അവിടെ ഹൈപ്പോമാനിക്കും മൈൽഡ് ഡിപ്രഷൻ ആയിരിക്കും ഇവര് എപ്പിസോഡ്സ് ആയിരിക്കും ഇവർ കാണിക്കുന്നത്. മിസ് നെക്സ്റ്റ് സ്ലൈഡ്. മിസ് നെക്സ്റ്റ് സ്ലൈഡ് വന്നില്ലേ? വന്നു. ക്ലിക്ക് ചെയ്യാനുള്ള സാവകാശം തരും, കുഴപ്പമില്ല, കണ്ടിന്യൂ. ഓക്കെ, എപ്പിഡമോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ പറയാൻ പറ്റും. ഇപ്പം അവിടുത്തെ സൈക്യാട്രിക് ഔട്ട് പേഷ്യൻസ് എടുക്കുകയാണെങ്കിൽ 3 to 5% പേഷ്യൻസ് ആണെങ്കിൽ സൈക്ലോതൈമിക് ഡിസോർഡേഴ്സ് ഉള്ളവരായിരിക്കും. അവർ കാണിക്കുന്ന കംപ്ലൈൻസ് എന്ന് പറയുന്നത് മാരിറ്റൽ അതുപോലെ ഇന്റർപേഴ്സണൽ ഡിഫിക്കൽട്ടീസ് കാണിക്കും. അതുപോലെ ഒരു ജനറൽ പോപ്പുലേഷൻ എടുക്കുമ്പോൾ 1% പോപ്പുലേഷൻ നമുക്കിത് ഇതൊരു ലൈഫ് ലോങ് ഡിസോർഡർ ആയിട്ടും ഇതാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അവർ എസ്റ്റിമേറ്റ് ചെയ്തപ്പം അവർക്കിപ്പം ഔട്ട് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർ പേഷ്യൻസ് ആണ്, പക്ഷെ അവർ ഹോസ്പിറ്റലൈസ്ഡ് അല്ലായിരിക്കും. അവർ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം ഹോസ്പിറ്റലിൽ വരും. ഇൻ പേഷ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ 10% ഓഫ് ഔട്ട് പേഷ്യൻസും ഇപ്പൊ 20% ഓഫ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പേഷ്യൻസിനെ എടുത്തപ്പോഴത്തേക്കും ഈ ഒരു സൈക്ലോതൈമിക് ഡിസോർഡർ കോ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റി. ഇപ്പം ഫീമെയിൽ ടു മെയിൽ റേഷ്യോ എടുക്കുവാണെങ്കിൽ 3:2 റേഷ്യോസ്, 3 സ്ത്രീകൾ 2 പുരുഷൻ, അങ്ങനെ റേഷ്യോ കാണാൻ പറ്റി. പിന്നെ ആണെങ്കിൽ 50 to 75% ഓഫ് പേഷ്യൻസി ഇതിന്റെ ഓൺസെറ്റ് നമ്മൾ 15 to 25 ഇയേഴ്സിലാണ് ഇതിന്റെ ഓൺസെറ്റ്. ടീനേജ് ആ ടൈമിലായിരിക്കും ഇതിന്റെ ഓൺസെറ്റ് എന്ന് പറയുന്നത്. മിസ് നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, എത്തിയോളജി നോക്കുമ്പോഴത്തേക്കും കുറെ കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ടായിരുന്നു. സൈക്ലോതൈമിക് ഡിസോർഡർ എന്ന് പറയുന്നത് മൂഡ് ഡിസോർഡറുമായിട്ടാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്. പിന്നെ കുറെ റിസർച്ചേഴ്സ് പറഞ്ഞു ഈ സൈക്ലോതൈമിക് ഡിസോർഡർ എന്ന് പറയുന്നത് കൂടുതലും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ടാണ് കൂടുതൽ റിലേഷൻ ദാൻ മൂഡ് ഡിസോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ വന്നു. അപ്പം ഈ ഒരു കോൺട്രവേഴ്സീസ് മാറ്റി വെച്ച് ഇപ്പൊ ആ ബയോളജിക്കൽ ജനറ്റിക് ഡേറ്റാസ് ഒക്കെ എടുത്തപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ദാറ്റ് സൈക്ലോതൈമിക് ഡിസോർഡർ എന്ന് പറയുന്നത് മൂഡ് ഡിസോർഡർ തന്നെ ഇതാണെന്ന് മനസ്സിലായി. ഇതിലാണെങ്കിൽ 2 ഫാക്ടേഴ്സ് ആയിരിക്കും വരുന്നത്, ബയോളജിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്, സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്, 2 ഫാക്ടേഴ്സ് ആയിരിക്കും ഇത് ഇൻവോൾവ് ആയിരിക്കും. മിസ് ഓക്കെ, ബയോളജിക്കൽ ഫാക്ടേഴ്സ് നോക്കിയപ്പോഴത്തേക്കും ആ പേഷ്യൻസിനെ എടുത്തപ്പോഴത്തേക്കും 30% ഓഫ് ആൾക്കാർ ആ പേഷ്യൻസിന് ഇപ്പം ഫാമിലി ഹിസ്റ്ററി നോക്കിയപ്പോഴത്തേക്കും അവരുടെ ഫാമിലി ഹിസ്റ്ററിയിലാണെങ്കിൽ അവർക്ക് ബൈപോളാർ 1 ഡിസോർഡർ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അവരുടെ ഫാമിലീസിൽ വേറെ മെന്റൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ കൂടെ ഈ ഒരു സൈക്ലോതൈമിക് ഡിസോർഡേഴ്സ് ബൈപോളാർ 1 ഡിസോർഡർ
വേറെ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ആ സൈക്കോതൈമിക് ഡിസോർഡർ ഡെവലപ്പ് ചെയ്യണം എന്നൊന്നുമില്ല. പക്ഷെ ബൈപ്പോളാർ 1 ഉള്ള പേഷ്യൻസ് റിലേറ്റീവ്സിലാണെങ്കിൽ ഇത് സൈക്ലോതൈമിക് ഡിസോർഡേഴ്സ് വരാനുള്ള ചാൻസസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഫാമിലി ഹിസ്റ്ററി എടുത്തപ്പോഴത്തേക്കും ബൈപ്പോളാർ 1 ഡിസോർഡർ ഉള്ളവർക്ക് ഈ ഒരു സൈക്കോതൈമിക് ഡിസോർഡർ വരാനുള്ള പ്രിവലൻസ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കണ്ടെത്തി. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സൈക്കോസോഷ്യൽ ഫാക്ടേഴ്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റും, ഈ സൈക്കോഡൈനാമിക് തിയറീസ് ഫ്ലൂയിഡ് പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സൈക്ലോതൈമിക് ഡിസോർഡർ ആണെങ്കിൽ ഡെവലപ്പ് ചെയ്ത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇൻഫെന്റിന്റെ ആ ഓറൽ സ്റ്റേജിൻ സമയത്ത് അവർക്ക് എന്തെങ്കിലും ട്രോമാസും ഫിക്സേഷനും ഒക്കെ വരുന്ന അതുകൊണ്ടാണ് ഒരു സൈക്ലോതൈമിക് ഡിസോർഡേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റീസൺ എന്നാണ് പറയുന്നത്. പിന്നെ ഫ്രൂയിഡ് പറയും സൈക്ലോതൈമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവരവരുടെ ഈഗോ, ആ ഹാർഷായിട്ടുള്ള സൂപ്പർ ഈഗോയെ ഓവർകം ചെയ്യാൻ വേണ്ടി അവർ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴായിരിക്കാം ഈ ഒരു സൈക്ലോതൈമിക് സ്റ്റേറ്റിൽ അവർ എത്തുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് യൂസ് ചെയ്ത ഏറ്റവും മേജർ ഡിഫൻസ് മെക്കാനിസം, ഹൈപ്പോമാനിയ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഡിനയലാണ്. ഡിനയൽ എന്ന് പറയുമ്പോൾ അവർ അവരുടെ ആ ഒരു എന്തെങ്കിലും ആ പ്രോബ്ലംസ് അവർ അവോയ്ഡ് ചെയ്യുകയും ആ ഒരു ഫീലിംഗ് ഓഫ് ഡിപ്രഷനും ഒക്കെ അവർ അവോയ്ഡ് ചെയ്യും. ഈ ഒരു സമയത്താണ് ഇപ്പൊ അവർക്ക് എങ്കിലും ഡിപ്രസീവ് ആയിട്ടുള്ള തോട്ട്സ് വരുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും, അവർ ഹൈപ്പോമാനിക് എപ്പിസോഡ്സ്, ആ ഒരു ഡിപ്രസീവ് തോട്ട്സ് ആണെങ്കിൽ അതൊന്നും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് അവരാണെങ്കിൽ ഒരു ഹൈപ്പോമാനിക് അല്ലെങ്കിൽ യൂഫോറിക് സ്റ്റേറ്റിലോട്ട് പോകുന്നതെന്നാണ് ഇത് സൈക്കോ അനലിറ്റിക്കൽ എക്സ്പ്ലോറേഷൻ പറയുന്നത്. ഓക്കെ, ഡയഗ്നോസ്റ്റിക് അതുപോലെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ DSM-5 ക്രൈറ്റീരിയ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു സൈക്ലോതൈമിക് ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അവർ ഒരിക്കലും മേജർ ഡിപ്രസീവ് എപ്പിസോഡ്സും അതുപോലെ മാനിക് എപ്പിസോഡ്, ഈ ഒരു ഡിസ്റ്റർബൻസ് ഉള്ള സമയത്ത് അവർ 2 വർഷത്തേക്ക് റെസ്റ്റ് 2 ഇയേഴ്സിലോട്ട് അവർ ഈ മേജർ ഡിപ്രസീവ് എപ്പിസോഡ്സും അതുപോലെ മാനിക് എപ്പിസോഡ്സും ഒന്നും കാണിക്കില്ലെന്നാണ് DSM-5 ക്രൈറ്റീരിയ പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സിംറ്റംസ് വെച്ച് എന്തായിരിക്കും, അതുപോലെ ഹൈപ്പോമാനിക്കും മൈൽഡ് ഡിപ്രഷൻ, ഈ 2 സിംറ്റംസ് അവർക്ക് കോൺസ്റ്റന്റ് ആയിട്ട് അവർ 2 പ്രസൻസ് വേണം. ഫോർ 2 ഇയേഴ്സോളം ഈ 2 സിംറ്റംസ് പ്രസൻസ് വേണമെന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ചിൽഡ്രനോ അല്ലെങ്കിൽ അഡോളസനോ ആണെങ്കിൽ അത് 1 ഇയറിലേക്ക് ആ സിംറ്റംസ് കാണിച്ചാൽ, പക്ഷെ ഒരു അല്ലെങ്കിൽ ഇത് 2 ഇയേഴ്സോളം ഈ ഒരു അവരുടെ സിംറ്റംസ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ 2 സിംറ്റംസും കാണണമെന്നാണ് പറയുന്നത്. ഇതാണ് DSM-5 ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ. ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കുമ്പം നമുക്ക് പറയാൻ പറ്റും, ഇതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ സിംറ്റംസ് ബൈപ്പോളാർ 2 ഡിസോർഡറിന്റെ സിംറ്റംസ് ആയിട്ട് ഇത് ഭയങ്കര ഐഡന്റിക്കൽ ആണ്. പക്ഷെ ഒരു ഇതെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി കുറച്ചുകൂടെ ലെസ് സിവിയർ ആയിരിക്കും. ഇവിടെ മൈൽഡ് ഡിപ്രഷൻ ആയിരിക്കും, മറ്റേടത്താണെങ്കിൽ സിവിയർ ഡിപ്രഷൻസ് ആയിരിക്കും. മൈൽഡ് ഡിപ്രഷൻസ് ആയിരിക്കും ഈ ഒരു സൈക്ലോതൈമിക്. പക്ഷെ സിംറ്റംസ് ഏകദേശം ഐഡന്റിക്കൽ തന്നെയാണ്. സോ പറഞ്ഞ വെച്ചാൽ ഇപ്പം അതിലാണെങ്കിൽ ഇപ്പം ഈ പേഷ്യൻസിനെ എടുക്കുകയാണെങ്കിൽ അത് പകുതി പേഷ്യൻസിനും അവരുടെ ഒരു മേജർ സിംറ്റം എന്ന് പറയുന്നത് ഡിപ്രഷൻ ആയിരിക്കും. അപ്പൊ ഡിപ്രഷൻ ആണെങ്കിൽ അതിനുവേണ്ടി അവരിപ്പം സൈക്യാട്രിസ്റ്റിന്റെ ഒക്കെ ഹെൽപ്പ് സീക്കാൻ വരാറുണ്ട് ഇപ്പൊ ഡിപ്രസ്ഡ് ആകുമ്പം. പക്ഷെ ചിലവരിലാണെങ്കിൽ ഇപ്പം ഹൈപ്പോമാനിക് സിംറ്റംസ് ആയിരിക്കും പ്രൈമറി ആയിട്ട് അല്ലെങ്കിൽ മേജർ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അവര് അധികം സൈക്യാട്രിസ്റ്റ് അങ്ങനെ കൺസൾട്ട് ചെയ്യാൻ ഭയങ്കര കുറവായിരിക്കും. പക്ഷെ ഡിപ്രസ്ഡ് ആകുമ്പോൾ ഒന്നുകൂടെ കൺസൾട്ട് ചെയ്യും. പക്ഷെ ഹൈപ്പോമാനിക് എപ്പിസോഡ്സ് കാണിക്കുമ്പോൾ അധികം സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പ് ഒന്നും അധികം സീക്ക് ചെയ്യാറില്ല. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ പേഷ്യൻസിലും 2 സിംറ്റംസ് മിക്സ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സൈക്ലോതൈമിക് ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ് അവർ പറയുന്നത് വെച്ചാൽ അവർക്ക് ഒരിക്കലും അവരുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫ് ഒന്നും സക്സീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്കൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അതൊന്നും അവർക്ക് ഭയങ്കര കുറവ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫ് ഒന്നും സക്സീഡ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഈ ഒരു സൈക്കിൾ ബൈപ്പോളാർ 1 ഡിസോർഡർ വെച്ച് നോക്കുമ്പോൾ ഇത് സൈക്കിൾ ഭയങ്കര ഷോർട്ടർ ആണ്. പിന്നെ സൈക്ലോതൈമിക് ഡിസോർഡേഴ്സിലാണെങ്കിൽ അവരുടെ മൂഡ് എപ്പോഴും ഇറഗുലർ ആയിരിക്കാം. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴാണ് അവരുടെ മൂഡ് മാറുന്നത്. അൺപ്രഡിക്റ്റബിളും ആണ്, അത് ഇറഗുലറും ആയിരിക്കും. സോ പിന്നെ പേഷ്യൻസിന് എപ്പോഴും അവരുടെ മൂഡ് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കും തോന്നുന്നത്. ഓക്കെ,
അടുത്തയാണ് സബ്സ്റ്റൻസ് അബ്യൂസ്. ഇതിന്റെ ഒരു അത്യാവശ്യം ഒരു കോമൺ ആണ്. ബിക്കോസ് ഈ ആൽക്കഹോൾ അബ്യൂസും അല്ലെങ്കിൽ മറ്റുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് യൂസ് ചെയ്യുന്നവർ ഈ ഒരു സൈക്ലോതൈമിക് ഡിസോർഡർ വരാനുള്ള ഒരു ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം അവർക്ക് ഒരു മാനിക് സ്റ്റേറ്റ്, ഇത് ഈ ഒരു സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന വഴി അവരുടെ ആ ഒരു എന്താണ് ആ സ്റ്റിമുലേഷൻ വഴി അവർക്ക് മാനിക് സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്കും സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത് സൈക്ലോതൈമിക്കിന്റെ ഒരു കോമൺ ആയിട്ടുള്ളതാണെന്നാ പറയുന്നത്. പിന്നെ 5 to 10% ഓഫ് ആൾക്കാർ ഈ സൈക്കോതൈമിക് ഡിസോർഡർ അവര് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും ഇപ്പം ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നവർക്ക് അതുപോലെ ഈ മാനിക് അതുപോലെ ഡിപ്രഷൻ ഇതൊക്കെ വരാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ അതുമായിട്ട് ഡയഗ്നോസ് ചെയ്യരുത്. പിന്നെ ബോർഡർ ലൈൻ, ആന്റി സോഷ്യൽ, ഹിസ്ട്രിയോണിക്, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതിങ്ങനെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് വരാറുണ്ട്. അതുപോലെ തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ് ഈ സൈക്ലോതൈമിക് ഡിസോർഡറിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ഇച്ചിരി പാടാണ്. കാരണം അവരിങ്ങനെ ഹൈപ്പോ മാനിക് എപ്പിസോഡ്സ് അല്ലെങ്കിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും ചിൽഡ്രനിൽ, അഡോളസൻസിൽ. ഇതാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. മിസ് അടുത്ത കോസ് ആൻഡ് പ്രോഗ്നോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ചില പേഷ്യൻസ് ഈ സൈക്ലോതൈമിക് ഡിസോർഡേഴ്സ് പോലെ ചില പേഷ്യൻസ് ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ബിക്കോസ് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കാം, മൂഡി ആയിരിക്കാം ചിൽഡ്രനിൽ. നമ്മൾ പറഞ്ഞു ഇതിന്റെ ഓൺസെറ്റ് നിന്ന ടീനേജിലായിരിക്കാം ഈ ഒരു സൈക്ലോതൈമിക് ഡിസോർഡേഴ്സ് ഓഫൺ ഒക്കർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ആ കുട്ടികളുടെ ഒക്കെ സ്കൂൾ പെർഫോമൻസ് ഇത് അഫക്റ്റ് ചെയ്യുകയും അവർക്ക് പിയർ ഗ്രൂപ്പ്സ് ആയിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. സോ ഇപ്പം ഒരു കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ അഡാപ്റ്റ് ചെയ്യുന്ന പേഷ്യൻസിലാണെങ്കിൽ ഇത് കുറച്ചുകൂടെ നമുക്ക് ഔട്ട്കംസ് ബെറ്റർ ആയിരിക്കാം rather than ഇത് ഇല്ലാത്തവർ. സോ ഇതാണ് കോസ് ആൻഡ് പ്രോഗ്നോസിസ്. ഓക്കെ, അടുത്തെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് ആണ്. നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്ത് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടെണ്ണം ആയിരിക്കും. ബയോളജിക്കൽ തെറാപ്പിയും ഉണ്ട്, സൈക്കോസോഷ്യൽ തെറാപ്പി ഉണ്ട്. സോ ബയോളജിക്കൽ തെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രഗ്സ്, ഇത് മൂഡ് സ്റ്റെബിലൈസേഴ്സും ആന്റി മാനിക് ഡ്രഗ്സ് ആണ് നമ്മൾ ഏറ്റവും പ്രൈമറിലി ഇവർക്ക് ട്രീറ്റ്മെന്റിന് കൊടുക്കുന്നത്. സോ മൂഡ് സ്റ്റെബിലൈസേഴ്സും ആന്റി മാനിക് ഡ്രഗ്സും. പക്ഷെ എക്സ്പീരിമെന്റ് ലിമിറ്റഡ് സ്റ്റഡീസ് മാത്രമേ ഉള്ളായിരുന്നു ലിഥിയമായിട്ടൊക്കെ പഠിക്കുന്നത്. വേറെ ആന്റിമാനിക് ഏജൻസിന് എക്സാമ്പിൾ ആണ് കാർപമസൈനും വാൽപ്രോറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ഡ്രഗ്സ് ഭയങ്കര ആന്റിമാനിക് ഡ്രഗ്സ് ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആന്റിമാനിക് ഡ്രഗ്സും മൂഡ് സ്റ്റെബിലൈസേഴ്സും ആണ് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റിന്. പക്ഷെ ആന്റി ഡിപ്രസന്റ് ട്രീറ്റ്മെന്റ് ഇപ്പൊ ഡിപ്രസ്ഡ് പേഷ്യൻസ് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിരിക്കണം. കാരണം അങ്ങനത്തെ പേഷ്യൻസ് ആണെങ്കിൽ ഭയങ്കര സക്സെപ്റ്റബിൾ ആയിരിക്കാം. ആ ഒരു ഹൈപ്പോമാനിക് അല്ലെങ്കിൽ മാനിക് എപ്പിസോഡ്സ് അവരിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആന്റി ഡിപ്രസന്റ് ഡ്രഗ്സുമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം കെയർഫുൾ ആയിരിക്കണം. പിന്നെ ഇത് പറയുന്നുണ്ട് അബൌട്ട് 40 to 50% ഓഫ് പേഷ്യൻസ് എന്താണ് ആന്റി ഡിപ്രസന്റ് ഡ്രഗ്സ് കൊടുത്ത പേഷ്യൻസിന് അവർക്ക് ഈ ഒരു ഹൈപ്പോമാനിക് അല്ലെങ്കിൽ മാനിക് എപ്പിസോഡ്സ് അവർ എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിട്ടായിരിക്കണം ആന്റി ഡിപ്രസന്റ് ട്രീറ്റ്മെന്റ്. ഇത് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് മൂഡ് സ്റ്റെബിലൈസേഴ്സും ആന്റി മാനിക് ഡ്രഗ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സൈക്കോസോഷ്യൽ തെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പേഷ്യന്റിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയും അവരെ അവരുടെ കണ്ടീഷൻ നമ്മൾ അവെയർ ചെയ്യുകയാണ്. പേഷ്യന്റ് അവരുടെ കണ്ടീഷനെ പറ്റി അവെയർ ചെയ്യിപ്പിക്കുകയും അവർക്ക് കൂടുതൽ കോപ്പിംഗ് മെക്കാനിസം, ആ മൂഡ് സ്വിങ്സ് ഉണ്ടാകും, മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവർക്ക് കുറെ കോപ്പിംഗ് മെക്കാനിസം നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ആണെങ്കിൽ തെറാപ്പിസ്റ്റ് നോക്കും ഇപ്പൊ ആ പേഷ്യൻസിന് എങ്ങാനും അവരുടെ നമ്മൾ ഓരോരുത്തർ ഇന്റർപേഴ്സണൽ റിലേഷൻ, അവർക്ക് സോഷ്യൽ ലൈഫ് അതുപോലെ പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ ഇത് അധികം അവർക്ക് സക്സീഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ അത് എങ്ങാനും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ആണെങ്കിൽ ഇതൊരു ലോങ് ടേം ഒരു നേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് ലൈഫ് ലോങ് ട്രീറ്റ്മെന്റും വേണ്ടി വരും. സോ പിന്നെ നമ്മൾ ഫാമിലി തെറാപ്പീസ്, ഗ്രൂപ്പ് തെറാപ്പീസ് കൊടുക്കും. സോ അവരുടെ അവരുടെ ഫാമിലിയെ കുറച്ചുകൂടെ അവെയർ ആക്കുകയും ഇതിനെപ്പറ്റി അവെയർ ആക്കുകയും സോ ദാറ്റ് അവർക്ക് കുറച്ചുകൂടെ സപ്പോർട്ടും അതുവരെ ഇതിന്റെ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് സൈക്കോസോഷ്യൽ തെറാപ്പിയും അതുപോലെ ബയോളജിക്കൽ തെറാപ്പിയാണ് ട്രീറ്റ്മെന്റ്.
ഇത്രേ ഉള്ളൂ. താങ്ക് യു.